വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിടാം. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. കണ്ടിട്ട് നല്ല കപ്പയാന്ന് തോന്നുന്നു. ഇനി നമുക്കിത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്നും കൂടെ മുറിക്കാം. അങ്ങനെ നാലായിട്ടൊന്ന് മുറിച്ചിടാം. മുറിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ കപ്പയെല്ലാം പൊളിച്ചെടുക്കാം. പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കപ്പ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ കിടന്ന് വേകട്ടെ. നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേകട്ടെ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അങ്ങ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ കപ്പയൊക്കെ വേവിക്കാനൊക്കെ അരിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് നടുക്കൂടെ ഒന്ന് കീറിയിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്താൽ മതിയേ. അരിഞ്ഞെടുത്ത് വെച്ചു. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിനി ഇതിന് ചെറിയ ഉള്ളി വേണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതെല്ലാം ഞാനിവിടെ പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും ചെറിയ ഉള്ളിയൊന്ന് അരിയണം. അതുപോലെ പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഉള്ളി ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണേ. നമ്മൾ ഒന്ന് വേഗണ്ട, ഒന്ന് വാടി ഒന്ന് കിട്ടിയാൽ മതി ഉള്ളി. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇടാനായിട്ട് ഒരു അരമുറി തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വറ്റൽമുളകൊക്കെ മൂത്തു. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിയപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കപ്പ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടത് കൊണ്ട് ഇവിടെ ഉപ്പിടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അങ്ങ് മൂത്ത് വരണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയില്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ആ തിരുമ്മി വെച്ച തേങ്ങ ഇല്ലേ, ആ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ തേങ്ങയൊക്കെ അതിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊന്ന് ഇതില്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ തവി, അത് വെച്ചൊന്ന് കുത്തി ഉടച്ച് കൊടുത്താൽ മതി. ഉടച്ച് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്കൊക്കെ നമ്മളൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്. കണ്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ കപ്പ പുഴുങ്ങിയതൊക്കെ മിച്ചം വരുവാണെങ്കിലും നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് കടുക് വറുത്തിട്ട് ഉണ്ടാക്കി കഴിക്കാനും പറ്റും. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.